എല്ലാവർക്കും നമസ്കാരം. ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഇന്ത്യൻ. അതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ കണ്ട എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് വരിക. ഈ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ വരുമോ എന്ന് ഉള്ള ഒരു സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, എന്തൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ സംശയങ്ങൾ പലതരത്തിലുമുണ്ട്. ശങ്കറിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിലും ഒരു മലയാളി താരമുണ്ടായിരിക്കും. ഈ സിനിമയിൽ നെടുമുടി വേണു ഉണ്ടെന്ന് നമുക്ക് മുൻപേ അറിയാം. പക്ഷേ മറ്റാരെങ്കിലും സർപ്രൈസ് ആയിട്ട് സിനിമയിലേക്ക് കടന്നു വരുമോ? സ്വാഭാവികമായിട്ടും ഇന്ത്യൻ 2 ഹൈപ്പ് കൂട്ടാനായിട്ട് മറ്റ് ഭാഷകളിലെ വലിയ താരങ്ങളെ ഉൾക്കൊള്ളിച്ചാൽ സാധിക്കുമെന്ന് ശങ്കറിന് അറിയാം. അതുകൊണ്ട് തന്നെ പല ഗോസിപ്പ് വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു സൂപ്പർ താരം ഈ സിനിമയിൽ വരുമെന്നും അത് ചിലപ്പോൾ കമൽഹാസന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വില്ലൻ കഥാപാത്രമാവുമെന്നും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാവുമെന്നും കേൾക്കുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. മലയാളത്തിലെ ഏതോ വലിയ താരം കമൽഹാസന് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ കമൽഹാസനേക്കാൾ പവറിൽ അവിടെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയെ പോലൊരു താരമാണ് അവിടേക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ കമൽഹാസനേക്കാൾ ഉയരത്തിലേക്ക് മമ്മൂട്ടി വന്നേക്കാം. നമുക്കറിയാം, രജനീകാന്തിന് ഒപ്പം ഉള്ള കഥാപാത്രമായി മമ്മൂക്ക വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു, രജനീകാന്തിന്റെ ഒപ്പമാവുമ്പോൾ എല്ലാത്തിലും സൈഡാക്കുന്ന രീതിയാണ് രജനീകാന്തിന്റെ സിനിമയിലൊക്കെ മറ്റു താരങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ മമ്മൂട്ടിക്ക് വളരെ പ്രാധാന്യമുള്ള, ഏകദേശം രജനിക്കൊപ്പമോ അതിന് മുകളിലോ ഉള്ള ഒരു കഥാപാത്രമാണ് അതിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്കയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പടി കമൽഹാസനേക്കാൾ മുകളിലായിരിക്കും ഉണ്ടാവുക. ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം അഭിനയിക്കുകയാണെങ്കിൽ വെറുതെ ഒരാളുടെ ചവിട്ട് കൊള്ളാനോ മറ്റ് കലാപരിപാടിക്കോ ഒന്നിനും പോവില്ല. അഭിനയിക്കുന്ന കഥാപാത്രത്തിന് ഞാനില്ലെങ്കിൽ, ആ കഥാപാത്രം ഇല്ലെങ്കിൽ സിനിമ അപൂർണമാവണം. മാത്രമല്ല തനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. അല്ലാതെ ഏതൊരു സാധാരണ ചെറിയ കഥാപാത്രം ചെയ്യുന്ന ഒരു താരത്തിന് ചെയ്യാവുന്നത് താൻ അവിടെ പോയി ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടില് ഒരുപാട് നല്ല സിനിമകളുണ്ട്. അതിന്റെ ഭാഗം മാത്രമാവുന്ന രീതിയാണ് മമ്മൂട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ 2 മമ്മൂട്ടി ഉണ്ടെങ്കിൽ അത് കമൽഹാസന്റെ ഒപ്പമോ അല്ലെങ്കിൽ കമൽഹാസന്റെ വില്ലനാണെങ്കിൽ ചിലപ്പോൾ ആ ലെവലിലായിരിക്കും കഥാപാത്രം പോവുക. എന്നാൽ ഇത് ഒരു തരത്തിലും സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സിനിമ റിലീസായതിനു ശേഷം മാത്രമേ ഇതിനുള്ളിലുള്ള സർപ്രൈസുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ സിനിമയിൽ പുതിയതായി കൊണ്ടുവരാൻ സാധിക്കുക? നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ പ്രത്യേകിച്ച് വലിയ പുതുമകളൊന്നും നമുക്ക് തോന്നിയില്ല. മാത്രമല്ല കമൽഹാസന്റെ മേക്കപ്പിനെ കുറിച്ചും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കമന്റുകളും വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ശങ്കർ മുന്നോട്ട് പോവില്ല എന്ന പ്രതീക്ഷ കൊണ്ട് തന്നെ എന്തെങ്കിലും സർപ്രൈസ് കൊണ്ടുവരും. അത് നമ്മുടെ മമ്മൂക്കയാവുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, മമ്മൂക്കയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമയിലെ നായകൻ കമൽഹാസൻ ആയെന്ന് വരില്ല, അത് ചിലപ്പോൾ മമ്മൂക്കയായി മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ഉണ്ടെങ്കിൽ അത് അത്രയും നല്ല ക്യാരക്ടർ ആയിരിക്കും. അതിൽ ഒരു യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ 2 മമ്മൂക്ക ഉണ്ടാവുമോ? ഉണ്ടാവുകയാണെങ്കിൽ കമൽഹാസന്റെ ഒപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാവുമോ, അതോ അതിന് മുകളിൽ പോവുമോ, അതോ അതിന്റെ താഴേക്ക് പോവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണണം.